വെൽക്കം ബാക്ക് ഓജി. സോറി, വെൽക്കം, ഐ ആം ബാക്ക്. ബാബു വേച്ചനെ പോടാ ഇറങ്ങണം കേട്ടാ. ഞാൻ ഇന്ന് അധികം സംസാരിക്കല്ലേ, മിണ്ടാതിരുന്നാലും പണ്ടും മിണ്ടിയാലും പണ്ടും ഇതൊക്കെ ആരും. ഹലോ കോച്ച്. ഹലോ, സോറി കീ മാറിപ്പോയി അറിയാതെ. ഈ മാറിപ്പോയെന്നാ ലെഫ്റ്റ് ക്ലിക്ക് അടിച്ചാ മതി. ലൈക്ക് കോച്ചാണ് ഇപ്പൊ എന്നെ ഇടിച്ചിട്ടേ. അതെ, സോറി. ഇതിലായില്ല. കണ്ടിട്ടില്ല, ഞാന് കണ്ടിട്ടില്ല ശരിക്കും. ഹലോ 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 മള്ളി. ആ ചോട്ടു പറ. ചോട്ടമല്ല മള്ളി, ഒറിജിനൽ ഓജി. ബാബു. ഇറക്കിയില്ലേ കഴിഞ്ഞ ആഴ്ച പുള്ളേ? നീ വന്നോ? മള്ളി വന്നോ? അതിലെ റിസൾട്ട് ഇറക്കിയത് എവിടെ? മള്ളി കമ്പാക്ക് മൊമെന്റ് എയർപോർട്ടിലുണ്ട്. അറിയാതെ ഞാൻ വരുന്നു, വണ്ടി എടുത്ത് പെട്ടെന്ന് വരാം. ഓ, പെട്ടെന്ന് വരെ. ലൊക്കേഷൻ. എയർപോർട്ട് ലാൻഡിംഗ് ലൊക്കേഷൻ. ഓക്കെ. Rambo bro, thank you so much for the Eagle Gaming membership gift. Original. Coach, care. Coach, care. Coach, airport mark ചെയ്തേ. വഴി അറിയോ നിങ്ങക്ക്? മാപ്പ് നോളജ് ഉണ്ടോ? ആ, പെട്ടെന്ന് മാർക്ക് ചെയ്യാ. ഇത് ഈ മാർക്കറ്റിലേക്കെന്നാണോ? ഇതൊക്കെ അറിയാപ്പ ടെസ്റ്റ് ചെയ്തല്ലേ. എല്ലാവർക്കും വെൽക്കം. ടൈമിംഗ് എന്താ കറക്റ്റ് മാറുള്ള ദിവസം തന്നെ ഇവൻ കേറി വന്നല്ലോടാ. മിസ്റ്റർ വാസു എയർപോർട്ടിൽ എതുക്കാകെ പോറും. എയർപോർട്ടില് ഒരു സർപ്രൈസ് വെച്ചിട്ടുണ്ട് കോച്ചിന്. അതെ, ഒരു സർപ്രൈസ് വേണ്ട. ഇല്ല, ഇത് എനിക്ക് കോച്ചിന് തരണം. കോച്ച്, ഞാൻ ഒത്തിരി നാളത്തെ ആഗ്രഹം എനിക്ക്. കോച്ചിന് ഇത് നല്ലൊരു അസറ്റ് ആയിരിക്കും. നോ വാറെന്നോ? നോ വാർ ഹോൾഡ് അല്ലേ? അല്ല, വാർ FRP ഒക്കെ ഇതായി. ഹോൾഡൊന്നും അല്ല. എടാ ഹലോ, വാർ ഹോൾഡ് ആണോ? അല്ലല്ലോ. എടാ 10 മിനിറ്റുള്ള എല്ലാവരും കേറാൻ പറയുന്നാ. PVP ഓഫ് ചെയ്ത് വെച്ചേക്കണോ? അപ്പൊ അവരോടൊന്ന് ചോദിച്ചേ എന്താന്ന്. അപ്പൊ അതുവരെ അയ്യോ കുഴപ്പമില്ല. PVP ഹോൾഡിലാണ്. ആ, കുഴപ്പമില്ല. കുറച്ച് നേരം ഹോൾഡായിരിക്കട്ടെ. ഗണ്ണ് സ്നൈപ്പറാ? എന്താ കോച്ച്? ഗണ്ണ് സ്നൈപ്പർ വരുതാ? ഇല്ല, സ്നൈപ്പർ ഒന്നും വരുന്നില്ല. സ്നൈപ്പർ വന്നാ ഞാൻ അന്ന് RP കളിക്കുന്ന നിർത്തും കോച്ച്. മലയുടെ മുകളിൽ ഒളിച്ചിരുന്ന് ചുണ്ണിക്ക് വെടിവെച്ചിരുന്ന കളി. അതും മറ്റേ ഇതിനകത്തെ പോലെ, മറ്റേ പബ്ജിയിലെ മറ്റേ ഇതിനകത്തെ പോലെ ഒന്നും അല്ല. ഇത് എവിടുന്നാ വെടി വരുന്നതെന്ന് പോലും അറിയാത്തൊരു സാധനമാണിത്. ഇത് മേളിലാണോ പോണ്ടേ? ഹലോ ഗായ്സ്, എവിടെ എടാ, ഞാൻ എയർപോർട്ടിൽ ഒരു കൊറിയർ മേടിക്കാൻ വന്നതാണേ. ഇപ്പൊ വരാം. നമുക്ക് പറത്തി അപ്പുറത്ത് കയറ്റാവേ, മേളിൽ കയറ്റാവേ. റോക്കറ്റ് ലോഞ്ചർ വണ്ടി ഇറക്കി നമ്മള്. അയ്യോ, വെൽക്കം ബാക്ക് ഓജി. വെൽക്കം ബാക്ക്. ഞാൻ ഓൾറെഡി ഇവിടെ ഉണ്ട്. സോറി, വെൽക്കം, ഐ ആം ബാക്ക്. ലെറ്റ്സ് ഗോ. വണ്ടിക്കകത്ത് ഞാൻ കോച്ചിന് ഒരു ഗിഫ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞത്. ഇതാണ് ഗിഫ്റ്റ്. കോച്ചിന് ടേക്ക് കെയർ ചെയ്യണം. ഇല്ല, ഇത് ഇറക്കിട്ട് ഇപ്പൊ 1 വർഷമായില്ലേ? 1 വർഷമായോ? പിന്നെ പക്ഷെ തീർത്തല്ലേ? ഏതിന്റെ ഇതിന്റെ കടം ഫുള്ള് തീർന്നതാണല്ലോ. അതൊക്കെ തീർന്നു.
അതറിയാം മുണ്ടല്ലേ എടുത്തിരിക്കുന്നേ നോക്കിയേ. പക്ഷെ മള്ളി വെൽക്കം ബാക്ക് വെൽക്കം ബാക്ക്. മള്ളി എനിക്കതല്ല പറയാനുള്ളത്. ഞാൻ ഒറ്റയ്ക്കല്ല വന്നിട്ടുള്ളത്. പിന്നെ മള്ളി ഈ കണ്ടാക്കാൻ ആരൊക്കെ ഉണ്ട് ടിവിയില്? ഇനി കംബാക്ക് അടിക്കാൻ പിത്തൽജി ആണോ? അല്ല പിത്തൽജി ഒന്നും ഇപ്പൊ ഇല്ലല്ലോ. എന്നാ മള്ളിക്ക് ഒരു സർപ്രൈസ് ഉണ്ട്. ആരാ? മരിച്ചുപോയ പിത്തൽജിയുടെ ബോഡി ഫൈനലി മള്ളി നമുക്കത് തിരിച്ചു കിട്ടി. അയ്യോ എങ്ങനെടാ കിട്ടിയത്? എന്റെ അമ്മോ എന്റെ പൊന്നുകോട്ട് ഇത് കിട്ടിയ കഥയൊന്നും ലോങ് സ്റ്റോറി. ഞാൻ വണ്ടി ചെറിയ എടുത്തോട്ടെ മള്ളി ഒന്ന് മാറോ. എവിടുന്ന് കിട്ടി? മള്ളി കിട്ടിയത് തായ്ലൻഡിൽ നിന്നാണ്. അവിടുത്തെ ഒരു മ്യൂസിയം വെച്ചിരിക്കുന്നു മള്ളി. ആ പൂച്ചയുടെ എന്തെങ്കിലും അറിവുണ്ടോ? മള്ളി സംഭവില്ലേ മരിച്ചത് എങ്ങനെയെന്നറിയാവോ? ഈ മ്യൂസിയത്തിൽ പോയപ്പോ അവിടെ വെച്ചിട്ട് പൂച്ചയ്ക്ക് വരെ ചെറിയ കടുവയില്ലേ, കറുത്ത കടുവ, അതിനടുത്ത് തോളിൽ വെച്ചതാ. ഈ സൈഡിലെ കഴുത്ത് കണ്ടോ? ഇല്ല. ഇതിപ്പോ ബോഡി എങ്ങനെ ഇത്ര നാൾ എങ്ങനെ ഇരുന്ന് ഇങ്ങനെ ഫ്രഷ് ആയിട്ട്? അതുകൊണ്ടാണ് അവർ മ്യൂസിയത്തിൽ വെച്ചത്. മുള്ളി ഈ നാട്ടിലുണ്ടായിരുന്നപ്പോൾ നമ്മൾ എത്ര പറഞ്ഞിട്ടും പുഴുക്കാതെ കിടന്നില്ലേ? എത്താ പുഴുക്കുവോ? ശരിയാ. വല്ല വസ്തു തൊലിക്കട്ടിയല്ലേ മള്ളി? ജീവിച്ചിരുന്നപ്പോ പൊഴുത്തിട്ടില്ല പിന്നല്ലേ. വാ വണ്ടി കയറുവാ, കൊണ്ടുപോ. എല്ലാരും കേട്ടോ? എല്ലാരും ഗ്യാങ് ഹൗസ് വാ. നീല ഓക്കെ എല്ലാരും ഗ്യാങ് ഹൗസ് വാങ്ങ്. മള്ളി നമുക്ക് ഡെഡ് ബോഡി കൊണ്ട് മരിച്ചുപോയ ആൾക്കാർക്ക് സാധിക്കാൻ പറ്റാത്ത നമ്മൾ മരിച്ചിട്ട് ചാടിച്ചു കൊടുക്കണമെന്നാണ്. എന്താണിപ്പോ പിത്തൽജിക്ക് സാധിച്ചു കൊടുക്കാത്തത്? നമ്മൾ എന്തായിരുന്നു ഉള്ളത്? ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് മള്ളി. ഇനിയിപ്പം ഈ സർച്ചിനെ കൂട്ടി നമ്മൾ കുറച്ചുകൂടി കാണിച്ചൊക്കെ കൊടുക്കണ്ടേ? പിന്നെ ഉറപ്പായിട്ടും. ചന്ദ്രൻ വന്നിട്ടുണ്ടോ? ഇല്ല, അവനിപ്പോ അങ്ങനെ വരാറൊന്നും ഇല്ലടാ. അല്ല ഉണ്ടായിരുന്നെങ്കിലേ ശവത്തിന് ഒരു ജീവിച്ചിരിക്കുന്ന ശവം കൂട്ടായേനെ. ഇരുത്തായിരുന്നു. നിനക്കെന്താണ് അവനോട് ഇത്ര ശത്രുത? അവൻ വരാത്തോണ്ടാണ് മള്ളി. ഞാൻ വരുമെന്ന് പറഞ്ഞപ്പോട്ടോ അവൻ വരൂല എന്ന് പറയുന്നത്. തരം മനുഷ്യന്മാരാണെന്ന് പറയണത് ദൈവമേ. തൽക്കാലം എലിയെ കിട്ടിയാലും മതി മള്ളി. അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ്. അവള് വരാറില്ല, അതല്ല ഇതെല്ലാം ഒരേ അച്ചില് വാർത്തതാ. ഇപ്പൊ സിറ്റിയിൽ റെഗുലർ ആയിട്ടുള്ളത് ഞാൻ മാത്രമേ ഉള്ളൂ, പറയാതിരിക്കാൻ വയ്യ. സത്യമില്ല, അത് ഞാൻ അറിയുന്നുണ്ട് മള്ളി. എടാ എന്തൊരു വെള്ളത്തീടല് മീൻ കൊത്തും. എടാ നമ്മടെ വണ്ടി തന്നെ പുറകെ വന്ന് ഇടിച്ചു തെറിപ്പിക്കാടാ. ഹലോ, നമ്പർ സേവ് ആക്കാം. എന്നെ വിളിക്കാതെ പോവാതെ വെയിറ്റിംഗ് ഡ്രസ് മാറ്റാൻ വന്നതാ. ഞാൻ നിന്നെ വിളിച്ചിരിക്കും ഉറപ്പായിട്ടും. പക്ഷെ വേറൊരു പ്രശ്നമുണ്ട്. നിങ്ങളെ കുടുംബ വീട്ടിന്റെ ഉള്ളിൽ എന്റെ മയിൽവാഹനം ഉള്ളിലാക്കി. ഞാനതൊന്ന് പോയി എടുക്കട്ടെ. എടുത്തോ. എന്റെ കുട്ടിയായിട്ട് പോണേ. നിന്റെ കുട്ടിയായിട്ട് പോണോ? നിനക്ക് കുട്ടി ഉണ്ടായി? അല്ല ബേബി ഇന്നില്ല, അതുകൊണ്ട് ഞാൻ അണ്ണന്റെ കൂടെ വരുന്നേ. അണ്ണന്റെ കൂടെ വരുന്നേ. അപ്പൊ അണ്ണനെ വിളിക്കാൻ മറക്കരുത്. ഇല്ല ഞാൻ വിളിക്കാൻ മറക്കൂല. ഞാൻ മുതുക്കിടെ ഉണ്ടാവും. അല്ല ഓൾ ദ ബെസ്റ്റ്. അടിക്കണേ. ബോഡി പോയോ? ഹലോ, ബോഡി കാണാനില്ല. മുങ്ങിത്തപ്പ് വാ. ഹലോ, ഇത് എവിടെ പോയി? ബാബു വണ്ടിക്കകത്ത് തന്നെ ഇരിക്കുവാണോ ഇനി? ഈശ്വര, ഇതെങ്ങനെ പൊങ്ങണേ? എനിക്കത് കിട്ടില്ല. നീ എന്താ ചാടത്തെ കൂടെ വന്നിട്ട്?
ബോഡിയിട്ട് കരയിൽ വല്ലതും വെച്ച് മരുന്ന് നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു. എടാ എന്തിനാണോ പുറകെന്ന് ഇടിച്ചത്? എന്ത് കഷ്ടപ്പെട്ടാണ് ആ ബോഡി ഒപ്പിച്ചതെന്ന് അറിയോ നിനക്ക്? അതെന്തായാലും മീൻ കൊത്താൻ പോണില്ല, കിട്ടണം. ഇപ്പൊ പൊങ്ങും. അണ്ണ ഞാൻ മനപ്പുറം ഇടിച്ചല്ല, അണ്ണൻ പെട്ടെന്ന് ബ്രേക്ക് പിടിച്ചപ്പോ ബാക്ക് കൊണ്ട് ഇടിച്ചാണല്ലോ. ഇതാര് ബൂത്തിന്ന് വിളിക്കുന്നേ? ഇത് പിത്തഞ്ചിയുടെ ബോഡി അല്ല. ഹലോ 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 വേച്ചനെ പോടാ എറണം കെട്ടാൻ. മുള്ളി വെള്ളത്തിൽ പോകാൻ ചാൻസ് ഇല്ല. മുള്ളി അറിയാവോ? വെള്ളത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇതിന് മുന്നേ മൊത്തം മീനും ചേർത്ത് പൊങ്ങിയേനെ. അത് ശരിയാ. വെള്ളത്തിലില്ല, കരയിൽ നോക്കാം. എടാ നിന്റെ തോളത്തിരിക്കുവല്ലായിരുന്നോ? ആ അതെങ്ങനെ പോയി താഴെ? എനിക്കറിയില്ല മള്ളി. ഇനിയിപ്പം മരിച്ചെങ്കിലേ ആൾക്ക് റിഫ്ലക്സ് ഉള്ളതല്ലേ. എന്നാലും ഒരു വട്ടം ചത്ത ആളെ വീണ്ടും വെള്ളത്തിൽ മുക്കി കൊന്നല്ലോ നീ. വന്ന പടി ഓക്കെ വന്ന വഴി നോക്കാം. നമ്മൾ ഇടത്തുനിന്നായിരുന്നോ വലത്തുനിന്നായിരുന്നോ വന്നേ? എവിടെ ജയിച്ചിട്ടില്ലായ ഞാൻ രണ്ടിടയ്ക്ക് ഹോൾഡിലാ. ഹോൾഡിലാ. പാലത്തിന്റെ അവിടെ ഇവിടെ നമ്മള് മണ്ടയിലാണ്. നമ്മള് മണ്ടയിലായിരുന്നു. അല്ലല്ലോ, നമ്മൾ ഇതുവഴിയാ വന്നതാ. ഇങ്ങനെ വന്ന നമ്മള്. ആ ശരിയാ. അപ്പൊ ആദ്യത്തെ അണ്ണ അത് പട്ടിത്തിട്ടോ. മറ്റേ അതിന്റെ മണ്ടയിൽ അണ്ണ എടുത്ത് പറന്ന് ഓർമ്മ. ആ പറന്ന സമയത്താണോ പോയെന്ന് തോന്നുന്നു. ഒന്ന് വിളിച്ചു നോക്കൂ എവിടെ ഉണ്ടെന്ന്. അയ്യോ ബോഡിയാണല്ലോ ആള്. നമ്മളിതാ ഇവിടെ എവിടെയാണ് ഇവിടെ പറഞ്ഞത്. ഇത് കൺഫേം വഴി പോയതാണ് മള്ളി. ആണാ? ജീവൻ ഇല്ലാത്തത് കൊണ്ട് വിളിക്കാനും പറ്റൂലല്ലോ പുള്ളിക്ക്. അതാ പ്രശ്നം. ഇവിടെ എവിടെയോട്ടോ നോക്ക്. കണ്ടോ ഡ്രോൺ വ്യൂ ആയില്ലേ ഇപ്പൊ? ഇല്ലല്ലോ, ഇവിടെ ഒന്നും ഇല്ല. അല്ല നമ്മുടെ ഈ ജമ്പ് എടുത്തില്ലല്ലോ. ഈ ജമ്പ് എടുത്താലും നമ്മള് എടുത്ത് രണ്ട് വണ്ടി ഒരുമിച്ചായിരുന്നു വന്നത്. നമ്മളിപ്പോ ബോഡിയും കൊണ്ടുവന്ന് ഈ ജമ്പ് എടുത്തായിരുന്നോ? ആ എടുത്തായിരുന്നു. ശവം ഇരിക്കുന്നോണ്ട് എനിക്ക് കാണാൻ പറ്റുന്നില്ലായിരുന്നു കേട്ടോ. ആ നമ്മള് ജമ്പ് എടുത്താ വന്നത്. എടാ ബാബു, നീ നാച്ചാൻ പോണ ഇവിടെ വെച്ചാണ് അവിടെ എടുത്തെന്നാണ് അർത്ഥം. അപ്പൊ നീ മനസ്സ് നോക്കിയേ. അതെങ്ങനെ? ഞാൻ ഇല്ലായിരുന്നല്ലേ ഈ വണ്ടിയില്. എന്നാലും ഒരു സീറ്റ് കാണിക്കുമല്ലോ. നീ ചന്ദ്രനോട് യാത്ര ചെയ്തിട്ടില്ലേ? ആ മണം മതിയില്ലേ? ഏകദേശം അതുപോലെ ഒരു മണം. ഞാൻ അധികം സംസാരിക്കുന്നേ അവരുടെ പാടായി. ആ ഒരു സൈഡിൽ അവർ അങ്ങനെയാക്കി ഇരുന്നോട്ടെ. എനിക്ക് മണം പോയി. ഇവിടെ എന്താണ് ബാബു നിനക്ക്? മിണ്ടാതിരുന്നാലും പണ്ടും വിട്ടിയാലും പൊട്ടും. ബോഡി കാണാനില്ലേ? ഈ ബോഡി ഡ്രസ് ഇട്ട ബോഡി. ഓക്കെ, അതൊക്കെ ഡ്രസ് ചെയ്താൽ മതി, കിട്ടും. പതുക്കെ ചെയ്താൽ മതി. പതുക്കെ സെർച്ച് ചെയ്താൽ മതി, കിട്ടുമെന്ന്. ഞാൻ പതുക്കെ സെർച്ച് ചെയ്യാതെ പതുക്കെ പോണേ. ഇവിടെ നമ്മള് വന്നിട്ടേ ഈ റൂട്ട് പറയാൻ പറ്റില്ല. ഇങ്ങോട്ട് നമ്മള് വന്നില്ല. മരിച്ച ആളല്ലേ. വാട്സ്ആപ്പ് ആൻഡ് എംഎംഎൽ അയച്ചിട്ടുണ്ട് അക്കൗണ്ടിൽ. മറ്റൊരു ബാഡ് വൈബ് ആണ്. ഞാൻ ആൾ ബോഡിയായിട്ട് വരാം. എടാ ഇല്ല, ചില്ല. നീ വല്ലപ്പോഴല്ല വരുന്നത്. കുഴപ്പമില്ല, പോട്ടെ. അത് കുഴപ്പമില്ല. ബാഡ് വൈബിന്റെ അല്ലടാ, അതൊക്കെ ഭയങ്കര ഇതായി പോയി എനിക്ക്. എനിക്ക് മനസ്സിലായി. നീ വന്നല്ലേ? കോള് വിളിച്ചായിരുന്നു എന്നെ ആരെങ്കിലും? എടാ ഒരു വിളിച്ചോ നോക്കിയോട്ടെ. ഇത് നമുക്ക് പിന്നെ ചെയ്യാം. ചേട്ടൻ ശരിക്കും ലൂസിയൊക്കെ എന്താ പറ്റിയത്? ആ എവിടെയാണ് ബാഡി? എവിടെയാണ്? എയർപോർട്ട്.
മള്ളി മൊത്തത്തിലൊരു ബാഡ് അടിക്കുന്നുണ്ടോ? ഇല്ല 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 ഓക്കെ നീ നീ വന്നതിന്റെ ഒരു ബാഡ് ഉണ്ടേ. ഇവിടെ എയർപോർട്ട് അടുത്ത് തന്നെയാണോ ബാഡി? ഓ നമുക്ക് മള്ളി ഒരു കാര്യം ചെയ്യാം. മള്ളി ഞാൻ ഇതെടുത്ത് ഇതിനകത്ത് വെച്ചിട്ട് വരാം. നാളെ വന്ന് നമുക്ക് ഇതെടുത്തോണ്ട് ബാക്കി എല്ലാം സെറ്റ് ചെയ്യാട്ടോ. ഇന്ന് ഇതിന്റെ ഒരു മൂഡ് പോയി. നാളെ എടുത്തോണ്ട് വരാം നമുക്ക്. തൽക്കാലം ഇവിടെ കിടക്കട്ടെ. Stop this dead body RP at least. അയ്യോ ഗൈസ് ചില്ലാവ് ഗൈസ്. എൻ്റെ അമ്മോ ഞാൻ എന്നെ വെറുതെ ഇതാക്കല്ലേ പ്ലീസ്. നമുക്ക് എന്നാ ഇത് നാളെ ചെയ്യാം ഗൈസ്. എന്നാ വേണ്ട, വെറുതെ വെറുപ്പിക്കണ്ട. എന്താ ഇപ്പൊ അയച്ചേന്നോ? ഞാൻ എന്താ അയച്ചേ? ശരിക്കും ലൂസിയൊക്കെ എന്താ ഇതോടെ ഒരുമിച്ചായിപ്പോയല്ലേ. എടാ നമുക്ക് ഡെഡ് ബോഡി ഒന്ന്. അതെ അതെ ഞാനും അതേ മള്ളി പറഞ്ഞ. ഒരു മിനിറ്റ് മള്ളി ഒന്ന് പുറകോട്ട് പോ. ഞാൻ കണ്ടു അതെടുത്ത് ഞാൻ ഒരു മിനിറ്റ് കുറച്ച് സ്ട്രൈറ്റ് പോവോ. എങ്ങോട്ടാ? നമ്മൾ ജിമ്പിൽ തരത്തില്ലേ? ഇവിടെ ബാക്കിലൊരു ജമ്പുണ്ട്, ഇതാണോ? അതല്ലേ ഫ്രണ്ടിലോട്ട് പോ. ഫ്രണ്ടിലോട്ട് ആ പർപ്പിളിന്റെ എവിടെ? സ്ട്രൈറ്റാ? റൈറ്റ് പർപ്പിൾ ലൈറ്റ് കിടക്കുന്നില്ലേ ഇവിടോ? പുറകില് ലെഫ്റ്റ് കണ്ടോ? പർപ്പിൾ ലൈറ്റ്. PP hold is lifted. കണ്ടില്ലേ? ലെഫ്റ്റ് കണ്ടില്ലേ? നേരെ സ്ട്രൈറ്റ് കണ്ടില്ലേ? ഇതൊക്കെ എടാ തൽക്കാലം നമ്മള് മാത്രമേ അറിഞ്ഞാൽ മതി. നമുക്ക് അടുത്തുള്ളൊരു മോർച്ചറിയിൽ ഏൽപ്പിക്കാം. എയർപോർട്ടിൽ ഇട്ടിരുന്ന അകത്ത് ഇല്ലേ? ഞാൻ എടുത്തോട്ടെ, കുഴപ്പമില്ല. ആരും സൈഡിൽ കൂടെ മള്ളി ആശുപത്രി മാർക്ക് ചെയ്തരാ. എയർപോർട്ടിൽ നമ്മുടെ മണി ടോപ്പിന്റെ അടുത്ത ആശുപത്രി മാർക്ക് ചെയ്യ്. അങ്ങോട്ട് വാ. நம்ம கேங் ஹவுஸ் பக்கத்துல ஒரு ஷாப் இருக்குல்ல, ஷாப்பில் வைக்கானே புள்ளியே എന്ത് വെട്ടി വിക്കാനാ? അവിടെ ഒരു ഫ്രീസർ ഇருக்கு, അതുக்குள்ள പോട്ട് വെച്ചலாம். മള്ളി കോച്ച് പറയുന്നത് മള്ളി നമ്മുടെ ഡിസ്പ്ലേ ഫ്രീസർ മീ വിട്ട് വെക്കുന്നില്ല, അതാ പറയുന്നേ. അതെ അതെ കോച്ച് റെസ്പെക്ട്. കോച്ച് ഞങ്ങളുടെ കൂടെ നടന്ന മനസ്സിലായ ഇറച്ചിക്കടലിൽ വെക്കാൻ എനിക്ക് പറ്റൂല. ഇവൻ വന്ന് എയർപോർട്ടിൽ പോട്ടിട്ട് പോകാന്ന് പറഞ്ഞാ അത് ഇല്ല, എയർപോർട്ടിൽ നല്ല തണുപ്പുണ്ട്. ഇന്ന് കണ്ടിന്യൂ അല്ലെങ്കിൽ പറ്റത്തില്ല ഗൈസ്. കാരണം എന്ന് പറഞ്ഞാൽ ഇന്ന് ഇതുണ്ട്, നമുക്ക് വാറുണ്ട്. ഓൾറെഡി വൈകുന്നേരം സിറ്റുവേഷൻ ആയി ഡ്രോപ്പ് ആക്കിയാൽ നമുക്ക് PVP ബാങ്ക് കിട്ടും. മനസ്സിലായി? നമുക്ക് സിറ്റുവേഷൻ ഡ്രോപ്പ് ആക്കാൻ പറ്റത്തില്ല. രണ്ട് സൈഡിലും FRP ഉണ്ടായിരുന്നു വൈകുന്നേരത്തെ സിറ്റുവേഷനിൽ. നോക്കിയാൽ മതി വൈകുന്നേരത്തെ സിറ്റുവേഷനിൽ രണ്ട് ടീമിന്റെ സൈഡിൽ നിന്ന് റീ എൻട്രി എന്ന് പറഞ്ഞാൽ അവർ രണ്ടുപേരും എണ്ണീറ്റിട്ട് വീണ്ടും സിറ്റുവേഷൻ ട്രിഗർ ആയതാ. അപ്പൊ ആദ്യം അടിച്ചവര് വീണ്ടും പിന്നെ അടിച്ച്. മനസ്സിലായ? ആദ്യം അടിച്ചവര് വീണ്ടും പിന്നെ അടിച്ചത്. നമ്മുടെ കൂട്ടത്തിൽ നിന്നും അവരുടെ കൂട്ടത്തിൽ നിന്നും റീ എൻട്രി FRP വന്നതുകൊണ്ട് അഡ്മിൻ സൈഡ് അവര് ഇന്ന് പറഞ്ഞാണ് ഇന്ന് പ്രീവാർ അല്ലെങ്കിൽ വാർ അടിച്ച് ഇത് സിറ്റുവേഷൻ തീർക്കണം. നമുക്കിത് കണ്ടിന്യൂ ചെയ്യാതിരിക്കാനും പറ്റത്തില്ല ഇന്നത്തെ ഈ സിറ്റുവേഷൻ. അപ്പൊ ഹോസ്പിറ്റലൊക്കെ ഭയങ്കര സെറ്റായി. ഹോസ്പിറ്റലോ? ഓ ഇതാണ് ഹോസ്പിറ്റല്. കണ്ട ഇതുവഴി കേറണേ. വെളിവെച്ച അഴിവില്ലടേ. ഐസ് വാരിട്ടിങ്ങനെ ഹലോ അല്ല ഡോക്ടറാ? ഡോക്ടർ ഒന്ന് വരണേ, ഒന്നിങ്ങോട്ട് വരണേ. പോലെ ബാബു പോലെ
പല പൈസ കുത്തി വരില്ലേ? ഡോക്ടർ ഉണ്ടോ? തുറന്നു വിട് കുട്ടി. ഹലോ ഡോക്ടറെ സ്ട്രെച്ചർ എടുത്തിട്ട് സ്ട്രെച്ചർ സ്ട്രെച്ചറൊന്നും വേണ്ട, കൈ കൊണ്ട് കിടത്താൻ. ഹലോ 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 എന്നെ തുറന്നു വിട് സാർ. ഹലോ കുത്തി വെച്ചിരിക്കണ സാർ എന്നെ. ചെവി ആട്ടൂടെ എല്ലാരെയും ഹലോ എന്നെ പൊക്ക് വെട്ടോ. ആ വന്ന് അയ്യോ സുപ്പീറേ അങ്ങ് വരുമോ? ഇത് എന്തൊരു ഇത്, എന്നെ തുറന്നു വിടാൻ പറ. ഹലോ ഞാൻ പ്രാന്തനല്ല, എന്നെ തുറന്നു വിട്. കണ്ണാപ്പിടെ പെട്ടെന്ന് തോന്നേട്ടാ. അകത്താരെ കുത്തി കെട്ടിയിട്ട് ചോക്കളിപ്പിക്കുന്നത് അത് ഡെസ്ട്രോ ആണോ? ഹലോ ആ അല്ലല്ലേ ഡോക്ടർ ഈ തോളത്ത് കിടക്കുന്നതാണ് പിത്തൽജി. ഞങ്ങളുടെ കുടുംബത്തിലൊരു മെമ്പർ ആയിരുന്നു. 3 മാസം മുമ്പ് പുള്ളി ഒരു 3 മാസം മുമ്പ് തായ്ലാൻഡിൽ വെച്ച് കടുവ അടിച്ച് മരിച്ചുപോയി. ഇപ്പോഴാണ് ബോഡി കിട്ടുന്നത്. അപ്പോ ഞങ്ങള് നമ്മുടെ കുടുംബത്തിലെ ബാക്കിയുള്ളവരെ ഒന്നും അറിയിച്ചിട്ടില്ല ഈ മരണത്തിന്റെ കാരണം നമുക്കാണെങ്കിൽ ഇന്ന് അറിയിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. അപ്പൊ ഈ ബോഡി ഒരു 24 hours ഇവിടുത്തെ മോർച്ചറിയിൽ ഒന്ന് വെക്കാൻ എന്തെങ്കിലും ഒരു ഓപ്ഷൻ ഉണ്ടോ? ചോദിച്ചിട്ട് ഞാൻ പറയാം. ഡിസ്കൗണ്ട് അല്ല, ഒന്നെടുത്ത് ഒന്ന് ഫ്രീ ആണെങ്കിൽ നാളെ ഒരെണ്ണം കൂടെ എത്തിക്കാം. ചന്ദ്രനുണ്ട്. അല്ല കുഴപ്പമില്ല, ഒന്ന് ചോദിച്ചിട്ട് പറയോ ഒന്ന്. എടാ പി ഹോൾഡ് മാറ്റിടാ, എല്ലായിടത്തും ഒന്ന് കേറാൻ പറഞ്ഞടാ ഒന്ന്. പറയടാ. അല്ല, ഈ മൊത്തത്തില് കഴിഞ്ഞ ഒരു 5 വർഷത്തിനിടയില് ആദ്യമായിട്ടാണ് മോർച്ചറിലേക്ക് ഉപയോഗം വരുന്നത് ഈ സിറ്റിയിൽ. എന്ത് കേട്ട് സത്യം അല്ല, ഇവിടെ ഇഷ്ടം പോലെ ശവങ്ങൾ വരാറുണ്ടോ? പിന്നെ കാണുന്നുണ്ടല്ലോ. പിന്നെ ശ്രദ്ധിക്കാതെ പോയി. ഇഷ്ടം പോലെ ശവങ്ങൾ വരാറുണ്ട് ഇവിടെ. നമ്മളെ കൊണ്ടുവരണേ. നമ്മൾ തന്നെ ഈ സിറ്റിയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാരെ തല്ലിക്കൊല്ലുന്നത് നമ്മളല്ലേ. അതത്രല്ലോ വള്ളി. അപ്പൊ പിന്നെ ഇവിടെ ശവം വരായിരിക്കുവോ? ഗൈസ് MRC ഗ്യാങ് ഹൗസിൽ ഞാൻ പോവാം ഗൈസ്, ഉറപ്പായിട്ടും പോവാം. നമ്മൾ അങ്ങനത്തെ ഇതൊന്നും ഗ്രഡ്ജൊന്നും കാണിക്കത്തില്ല ഗൈസ്. അതുകൊണ്ടല്ല, നമുക്കിന്ന് വൈകുന്നേരം ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അപ്പൊ സിറ്റുവേഷൻ തീർത്തിട്ട് പോവാന്നുള്ള രീതിയിലാണ് നമ്മൾ ഇരിക്കുന്നത്, മനസ്സിലായ? മുഖത്ത് ആ 2 വര മതി പിത്തൽജിയാണെന്ന് അറിയാം. എടാ പക്ഷെ പുള്ളിയുടെ തോട്ടിരുന്ന പൂച്ച കിട്ടിയില്ലേട്ടാ. പൂച്ച അങ്ങേരിക്ക് ഒരുപാട് ഇങ്ങനെ അടക്കാൻ നിർത്തി ഇങ്ങനെ കിട്ടിയത് തന്നെ വലിയ കാര്യം. പിന്നല്ലേ പൂച്ചയെ ഇല്ല പുള്ളിയെ കിട്ടിയിട്ടില്ല. ഇനിയിപ്പൊ 2 പേരും അതാ പറയാൻ വേണ്ടിയായിരുന്നു മെസ്സേജ് അയച്ചേ. അവളുടെ ഫേവറേറ്റ്സ് ഉള്ളവരാണെന്നാണല്ലോ വാസു. സോ അതുകൊണ്ടാണ് ഞാൻ മെസ്സേജ് ഇട്ടത്. പിന്നെ പറയാൻ പാടില്ല എന്നാലും പറയുക, അവൾ കോണ്ടാക്ട് സേവ് ചെയ്തേക്കുന്നത് കണ്ടപ്പോൾ പറയണമെന്ന് തോന്നി. സോ അതാണ്. എന്തായിരുന്നു എന്റെ നെയിം സേവ് ചെയ്തിരുന്നത്? കോഴി വണ്ണെന്ന് വല്ലതും ആണെന്ന് വന്ന് റിപ്ലൈ എല്ലാം വന്നു കഴിഞ്ഞാൽ ഞാൻ എന്റെ മനസ്സിലുള്ള ആ വിഗ്രഹം വീണങ്ങ് ഉടയുമല്ലേ. കോഴി 1, കോഴി 2, കോഴി 2 നോക്കുമ്പോ ജോക്കി. അയ്യോ ഒന്നുമില്ല. എടാ മോർച്ചറി കൊണ്ടുപോയോ? ഹലോ സാർ, ഇത് മോർച്ചറി ആണോ? ഓ ഇത് സൂപ്പർ മാർക്കറ്റ്. എങ്ങിട്ട് കൊണ്ടുപോയി കൊണ്ടിട്ടോ? ഏൽപ്പിച്ചോ? മോർച്ചറിൽ ഏൽപ്പിച്ചോ? ഹലോ ആണോ? ഓക്കെ, ഇത്ര പെട്ടെന്ന് കയറ്റിയോ മോർച്ചറിയില്? പിന്നെ ഡോക്ടർ എനിക്ക് പ്രാന്തില്ല. എടാ അവന് പ്രാന്തി. എനിക്ക് പ്രാന്തില്ല വിട്. ഹലോ ഫ്രണ്ട്സ് എല്ലാം പോയി. എനിക്ക് പ്രാന്തില്ല, സത്യമായിട്ടില്ല. ഇത് വേറെ കേസാണ്. വാസു ലവ്
ഈ ശവം കൂടി ഇട്ടില്ലേ? ഹലോ അത് ഡെസ്പ്രോ. അത് ജീവനുള്ള ചവ്വായിരുന്നു. അയ്യോ മുള്ളി പിന്നെ ആ, ബോഡി ആ, മുള്ളി ആ. നമ്മുടെ മോർച്ചറിയിലേക്ക് ഇപ്പുറത്തായിട്ടുള്ള ഒരു മെഡിക്കൽ സ്റ്റോർ ഉണ്ട്, മെഡിക്കൽ റൂം. അതിന്റെ ടേബിളിന്റെ അടിയിൽ വെച്ചിട്ടുണ്ട്. ഇത് എന്ത് പരിപാടിയാണ് കാണിച്ചേ? നാളെ എടുക്കാൻ മുള്ളി, നല്ല തണുപ്പുണ്ട്. ഇല്ലത് ഇനി അതിന് പൈസ അടച്ചെന്തിനാ അടയ്ക്കുന്നത്? നാളെ എനിക്കത് എവിടെ വെച്ചിരിക്കും, നാളെ വന്ന് എടുക്കാം. എന്തൊക്കെ തരം ആൾക്കാരിത്. ഒറ്റ സെക്കൻഡ് ചെയ്താവട്ടെ. അത് ഞാൻ ഒരു കാര്യം പറയട്ടെ ബാബു. ബാബു AFK ആയിരുന്നു. ഒരു ആ. ഒറ്റ minute. നാളെ ഇവൻ വന്നില്ലെങ്കിൽ അത് അവിടെ ഇരുന്ന് പുഴുത്ത് അളിഞ്ഞ് ക്യാമറ കണ്ണ എന്റെ മോൻ എന്നെ കൊണ്ടുപോകണം. നീ ഇപ്പൊ ഒരു കൊലപാതകത്തിനാണ് നീ കൂട്ടുന്നത്, മനസ്സിലായോ? എന്തിനാ ബോഡി കൊണ്ടിടാൻ പറഞ്ഞിട്ട് നിന്റെ അടുത്ത് ആര് പറഞ്ഞു ഈ പറഞ്ഞ മണ്ടത്തരമൊക്കെ ചെയ്യാൻ? അത് അവൻ പറഞ്ഞ അവിടെ പൈസ കൊടുത്ത് എഴുതിയില്ലേന്ന്, അതുകൊണ്ട് കൊണ്ട് കയറ്റിയതാണ്. അത് പീടിക്ക് പറയാമെന്നാ ഓക്കെ, ഇല്ല കേസാക്കും. എനിക്കത് ദൃശ്യം 5 വന്നു. സത്യം വൈര്.